നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് എ ബി സിയും ഡി ബി സിയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ ഡ്രോൺ ഓൺ ദ സെയിം സൈഡ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ബി സി. അപ്പൊ ബി സി എന്ന് പറയുന്നത് രണ്ടിനും ഉണ്ട്. അപ്പൊ അത് ഒരു സൈഡിലാണ് വരച്ചിരിക്കുന്നത് ഇല്ലേ? അതായത് ആ ട്രയാങ്കിള് ബി സി ഹൈപ്പോട്ടന്യൂസ് ആക്കിയിട്ട് രണ്ട് ട്രയാങ്കിൾ വരച്ചിരിക്കുക. അപ്പം എ ബി സി തന്നെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, എ ബി സി. അപ്പം ഇത് ബി സി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് ബി സി ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എ ബി സി. അതേപോലെ ഡി ബി സി, അതായത് ബി സി രണ്ട് ട്രയാങ്കിളും കോമൺ ആണെന്ന് പറഞ്ഞു. അപ്പം ഡി ഇവിടെ വരണം, കണ്ടോ ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക, ഡി ബി സി, ഡി ബി സി. ഇത് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഈ ഭാഗമായിരിക്കും റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത് അല്ലേ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ പി, ഇത് ജോയിൻ ചെയ്ത പോയിന്റ് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ പി. എ പി എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? എ പി എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. എ പി എന്ന് പറയുന്നത് ഈ ഭാഗം. ഈ ഭാഗം ഇൻറ്റു പി സി. പി സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗം. ഈ ഭാഗം ഇൻറ്റു ഈ ഭാഗം ഈക്വൽ ടു ബി പി. ബി പി എന്ന് പറയുമ്പോൾ എന്താ? ഈ ഭാഗം. ഈ ഭാഗം ഇൻറ്റു എന്താണ്? ഈ ഭാഗം. ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലെ സൈഡിനെ കണക്ട് ചെയ്യണമെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നു ടു പ്രൂവ് എന്താ? ടു പ്രൂവ് ട്രയാങ്കിൾ ബി എ പി സിമിലർ ടു ട്രയാങ്കിൾ സി ഡി പി എടുക്കുന്നു. നമുക്കറിയാം രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ്. ആംഗിൾ ബി എ പിയും അതേപോലെ ആംഗിൾ സി ഡി പിയും എന്താണ്? 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിളും ഈ ആംഗിളും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ ഡി പി സി, അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രയാംഗിൾ ബി എ പി ഈക്വൽ ടു ട്രയാംഗിൾ സി ഡി പി എന്ന് എഴുതാം. എന്താണ്? ഇതെന്താണ്? എ ക്രൈറ്റീരിയൻ. രണ്ട് ട്രയാംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കുമല്ലോ. അതിന്റെ സൈഡിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? നോക്കിയോ, ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം എടുക്കാൻ. നമുക്ക് നോക്കാം. ഈ ആംഗിളും ഈ ആംഗിളും ആണ് ഈക്വൽ അല്ലെ. അപ്പം ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് എടുക്കുന്നു, ബി പി, ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് എടുക്കുന്നു, പി സി, ഈക്വൽ ടു. ഇനി അടുത്തത് ഈ ആംഗിളും ആണ് ഈക്വൽ. അപ്പം ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അത് എടുക്കുന്നു, എ ബി. നമ്മൾ ആ ട്രയാംഗിൾ ഡിവൈഡഡ് ബൈ, അതായത് ഈ ട്രയാംഗിൾ ഡിവൈഡ് ബൈ ഇതാ ചെയ്തേ കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സൈഡ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, എ ബി ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ഡി സി, വിച്ച് വിൽ ബി ഈക്വൽ ടു, പിന്നെ ഈ ആംഗിളും ആണ് ഈക്വൽ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അത് നമ്മൾ എ പി എന്ന് എടുക്കുന്നു. എ പി ഡിവൈഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡി പി. ഓക്കെ, ഇതിനെ നമ്മൾ റീസൺ സി പി എസ് ടി എന്ന് എഴുതുന്നു, കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ദി സിമിലർ ട്രയാംഗിൾ. ഓക്കെ, ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. നോക്കി, കാരണം ഇതിങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നോക്കി, എ ബി ഇൻറ്റു ഡി പി ഈക്വൽ ടു എ പി ഇൻറ്റു ഡി സി. അപ്പൊ എന്താ? ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ ചോദിക്കണം. ഷാരോൺ ഓക്കെ ആണോ? ഓക്കെ സാർ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ട്യൂഷന് വരാൻ പറ്റുമോ? വന്നോ. ഓക്കെ സാർ. ശ്രേയ ഓക്കെ ആണോ? രണ്ട് ശ്രേയമാർ ഓക്കെ ആണോ? ശ്രേയ നൽക. ശ്രേയ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഇത് എഴുതിയെടുത്തു. നിങ്ങൾ എഴുതിക്കോ. Triangle ABC is right angled at C. Triangle ABC is right angled at C. If P is the length of the perpendicular from C to AB.
to and small a comma small b comma small c are the length of the sides പറഞ്ഞുതരാം opposite to angle capital A, angle capital B and angle capital C respectively. Then prove that 1 by p square is equal to 1 by small a square plus 1 by small b square. Question ഒന്നുകൂടെ വേണേ പറയാം എല്ലാം കൂടെ. Triangle ABC is right angled at C. If P is the length, small p ആണ്, if small p is the length of perpendicular from C to AB and small a, small b, small c are, മറ്റേ AB എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ AB ആണ് കേട്ടോ, രണ്ടും ക്യാപിറ്റൽ AB. And small a, small b, small c are the length of sides opposite to capital angle A, comma capital angle B, comma capital angle C respectively. Then prove that 1 by small p square equal to 1 by small a square plus 1 by small b square. പെട്ടെന്ന് ആടെ 2 മിനിറ്റ് സമയം തരും, പിന്നെ ചെയ്തു തരും. പടം തന്നിട്ടില്ല തന്നെ വരയ്ക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൺസ്ട്രെയിൻ. മനസ്സിലായോ? അത് വരച്ചാൽ ഏകദേശം ഒക്കെ നമുക്ക് കിട്ടും. ഇതും പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ. വളരെ സിമ്പിളാണ്. ആ പടം വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല പറ്റത്തില്ല. ABC റൈറ്റ് ആംഗിൾ അറ്റ് സി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? എ മോളില്, ബി ഇവിടെ, സി ഇവിടെ. എ മോളില്, സി ഇവിടെ, ബി എവിടെ? ഇവിടെ. അതാണ് സിയിലാണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരും, ഇങ്ങനെ വരുമ്പോൾ സി ഇവിടെ വരും, സി 90 ഡിഗ്രി. പിന്നെ വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? If P is the length of perpendicular from C to AB, C to AB എന്ന് പറയുമ്പോൾ എന്താ? A C B എന്നാണ് വരുന്നത്. അപ്പം എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സിയിൽ നിന്ന് എ ബി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അത് പി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിയിൽ നിന്ന് എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നടുക്കു ഇങ്ങോട്ട്, അത് പി. ഇവിടെ നിങ്ങളൊന്ന് ആദ്യം ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുക. വരച്ചു. എന്നിട്ട് ആ സിയിൽ നിന്നും എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എന്നിട്ട് ഓരോന്നിന്റെ ലെങ്ത് അവിടെ തന്നിട്ടുണ്ട്, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ഒക്കെ, അത് കൃത്യമായിട്ട് കൊടുക്കും. എഴുതിയോ ആശിഷ്? ശ്രേയക്ക് അറിയാമോ? ഇല്ല. ഇല്ല. അൽക്കയ്ക്ക് അറിയാമോ? ഇല്ല സർ. ഇല്ല. ശ്രേയാൻ? ഓക്കെ, ഇനി ഞാൻ ചെയ്തു തരാം. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഞാൻ ബോർഡ് ചെയ്തു തരാം, നിങ്ങൾ ട്രൈ ചെയ്തേ. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് സി എന്ന് പറയുമ്പോഴത്തേക്കും സിയിൽ 90 ഡിഗ്രി വെച്ചിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ ഇങ്ങനെ സിയിൽ റൈറ്റ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ വരച്ചു. ഇത് എ, ഇത്
ബി എ, ഇത് സി എ, ഇത് 90 ഡിഗ്രി. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പി ഇസ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം സി ടു എ ബി. സിയിൽ നിന്ന് എ ബിയിലോട്ട് പെർപെൻഡിക്കുലറിന്റെ നീളം, ഇതാണ് എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ. ഈ എ ബിയുടെ പെർപെൻഡിക്കുലർ നീളം എന്താണ്? പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എ ബി സി ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പം ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ എ, ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ സി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി സ്ക്വയർ. പി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡ് അല്ലേ പി സ്ക്വയർ, ഇവിടെ അല്ലേ? ഇത് ഈസിക്കൽ ടു എയും ബിയും വരുന്ന രീതിയിൽ ട്രയാങ്കിളിനെ കണക്ട് ചെയ്യണം. അപ്പൊ നോക്കി ഏതൊക്കെ ട്രയാങ്കിളാ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ആ സൈഡ് റേഷ്യോയിൽ വരണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഈ ട്രയാങ്കിൾ ചൂസ് ചെയ്യാം, മൊത്തം ട്രയാങ്കിൾ. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ട്രയാങ്കിളും എടുക്കുകയാണ്. എന്നിട്ട് അതാണ് ഞാൻ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ടു പ്രൂവ് ട്രയാങ്കിൾ എ സി ബി സിമിലർ ടു ട്രയാങ്കിൾ, ഇത് നമുക്ക് ഏതായിരുന്നു, ഇത് ഡി അല്ലേ, എ ബി സി ഡി. ഇത് നമുക്ക് ഡി എന്ന് കൊടുക്കാമേ, ഈ ജോയിന്റ് ഡി ആണ്. അപ്പൊ നമുക്ക് ടു പ്രൂവ് ട്രയാങ്കിൾ എ സി ബി സിമിലർ ടു ട്രയാങ്കിൾ, അദ്ദേഹം എന്തോടുന്നു, ട്രയാങ്കിൾ ഡി സി ബി. അപ്പൊ അവിടെ നമുക്കറിയാം, നോക്കിയോ, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വരച്ചാണ് ഒരു വലിയ ട്രയാങ്കിൾ. അതായത് ഏതൊക്കെയാ, എ സി ബിയും അതേപോലെ ചെറിയ ട്രയാങ്കിൾ രണ്ട് ഇവിടെ, ഇത് സി ഡി ബിയും ആണല്ലോ. നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഡി ബി, ആംഗിൾ സി ഡി ബി, അത് 90 ഡിഗ്രി. അതേപോലെ ഈ വലിയ ട്രയാങ്കിളും ഈ ആംഗിൾ ഉണ്ട്, ഈ ചെറിയ ട്രയാങ്കിളും ഈ ആംഗിൾ ഉണ്ട്. ആംഗിൾ ബി കോമൺ ആണ്. അപ്പൊ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ബി, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ബി സി എന്ന് എടുക്കാം. അതെന്താണ്, കോമൺ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ സി ബി സിമിലർ ടു ട്രയാങ്കിൾ ഡി സി ബി ആണ് എന്താണ്, എ ക്രൈറ്റീരിയൻ ആണ്. അങ്ങനെയാണ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആക്കി എഴുതാം. നോക്കിയോ, ഈ ആംഗിളും 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എ ബി ആണ്, എ ബി ഡിവൈഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സി ബി ആണ്, സി ബി ഈക്വൽ ടു ഈ ആംഗിളും ആണ് ഈക്വൽ വന്നേക്കുന്നത്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എ സി ആണ് ഡിവൈഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സി ഡി ആണ് ഈക്വൽ ടു, ഇനി പിന്നെ ഈ ആംഗിളും ഉള്ളൂ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ബി സി ഡിവൈഡ് ബൈ പിന്നെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡി ബി ആയി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എ ബിക്ക് എന്ത് തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട് നമുക്ക് സി ഡി വരുന്ന കണ്ടുപിടിച്ചാൽ നോക്കാം. എ ബിക്ക് നമുക്ക് സി തന്നിട്ടുണ്ട്, സി ബിക്ക് നമുക്ക് എ തന്നിട്ടുണ്ട്, ഈക്വൽ ടു എ സിക്ക് നമുക്ക് ബി തന്നിട്ടുണ്ട്, സി ഡിക്ക് നമുക്ക് പി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബി സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എ ആണ് ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് പറയുമ്പോൾ എന്താ, ഡി ബി ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ അങ്ങനെ നോക്കാം. അതായത് ഈ രണ്ട് സൈഡ് മാത്രമേ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ, ഓക്കെ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പം സി ബൈ എ ബി ഈസിക്വൽ ടു 1 ബൈ പി ചെയ്യാൻ പോവാണ്. എന്നിട്ട് സി ബൈ എ ബി ഈസിക്വൽ ടു 1 ബൈ പി. എന്നിട്ട് ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്യുമ്പോൾ സി സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ, എ സ്ക്വയർ ബി സ്ക്വയർ ഈസിക്വൽ ടു 1 ബൈ പി സ്ക്വയർ എന്ന് വരുന്നു. എന്നിട്ട് ഞാൻ ഇതിനകത്ത്, അതായത് ഇവിടെ പൈതഗോറസ് തിയറം എടുക്കുവാണ്. അതായത് ട്രയാങ്കിൾ എ സി ബിക്കകത്ത് പൈതഗോറസ് തിയറം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ സി ആണ്, സി സ്ക്വയർ ഈസിക്കൽ എന്താ, സ്മോൾ എ സ്ക്വയർ പ്ലസ് സ്മോൾ ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഈ സി സ്ക്വയറിന് പകരം
അതുകൂടി ഇവിടെ കൊടുക്കുവാണ്. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ എ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ കട്ട് ചെയ്ത് പോയി, ഇവിടെ ബി സ്ക്വയർ കട്ട് ചെയ്ത് പോയപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയത് 1 ബൈ ബി സ്ക്വയർ പ്ലസ് 1 ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ. ഇതായിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം.